ഈ വേൾഡ് കപ്പിലെ ഏറ്റവും എന്റർടൈനിങ് ഗെയിം ഇംഗ്ലണ്ട് വേഴ്സസ് ക്രൊയേഷ്യ. ഇത്ര നാൾ നമ്മൾ സൗത്ത് ഗേറ്റിന്റെ അണ്ടർ കണ്ടത് കോഷ്യസ് ആയിട്ട് കളിക്കുന്ന ഒരു ഇംഗ്ലണ്ടിനെയാണ്. ഒരു ഗോൾ ലീഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഗോളിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്ന ഇംഗ്ലണ്ട്. പക്ഷേ ഇന്നലെ ഹൈ ഇന്റൻസിറ്റിയോടെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന തോമസ് ട്യൂക്കലിന്റെ ഇംഗ്ലണ്ടിനെ നമ്മൾ കണ്ടു. ഒരു ഗോൾ ലീഡ് എടുക്കുമ്പോൾ അടുത്ത ഗോളിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഇംഗ്ലണ്ട്. ബെഞ്ചിലും ഹംഗ്രി ആയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്ലേയേഴ്സ് ഉള്ള ഒരു ഇംഗ്ലണ്ട്. സെറ്റ് പ്ലേസിൽ നിന്ന് നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലണ്ട്. ഈ ഇംഗ്ലണ്ടിന്റെ ഈ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാ ടീമുകളും എന്തായാലും ഒന്ന് ഭയക്കും. മുൻപിൽ നിന്ന് ലീഡ് ചെയ്യാൻ ഹാരി കെയ്നും ഡിഫൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യുന്നു. വിങ്ങേഴ്സിലേക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിലേക്കും ഒരു ഡീപ് ലൈൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ പോലെ ബോൾ എത്തിക്കുന്നു. അതിനുശേഷം ബോക്സിലേക്ക് ലേറ്റ് റണ്ണുകൾ മേക്ക് ചെയ്യുന്നു. ഒരു ഫിനിഷറിന്റെ റോളും കളിക്കുന്നു. അവിടെയും ഇവിടെയും എല്ലായിടത്തും നിറഞ്ഞു കളിച്ചു ഹാരി കെയ്ൻ. 2 ഗോളുകൾ നേടിക്കൊണ്ട് ഈ വർഷത്തെ ഗോൾഡൻ ബൂട്ട് റേസിൽ അദ്ദേഹത്തിന്റെ പാർട്ടിസിപ്പേഷനും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ജൂഡ് ബെല്ലിംഗം സെക്കൻഡ് ഹാഫിൽ ഒരു കിടിലൻ ഗോൾ അടിച്ച് ഹാരി കെയ്ൻ ഈ ക്വാർട്ടർ ബാക്ക് പൊസിഷനിലേക്ക് ഡ്രോപ്പ് ബാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബെല്ലിംഗമിന് അറ്റാക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്പേസസ് ഓപ്പൺ അപ്പ് ആവും. സോ ഈ വേൾഡ് കപ്പിൽ ബെല്ലിംഗം ഇംഗ്ലണ്ടിന് ഒരു ക്രൂഷ്യൽ പ്ലെയർ ആണ്. ഇനി നമുക്ക് ഏലിയറ്റ് ആൻഡേഴ്സണിലേക്ക് വരാം. അദ്ദേഹം ഒരു അസിസ്റ്റ് നേടിയിരുന്നു. അതിന്റെ പുറമെ 4-2 ലീഡ് ചെയ്യുമ്പോഴും പ്രസ് ചെയ്യുന്ന ഇന്റൻസിറ്റിയിലൊന്നും ഒരു കുറവ് പോലും അദ്ദേഹം വരുത്തിയിട്ടില്ല. യുണൈറ്റഡ് സൈൻ ചെയ്യണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ച പ്ലെയർ ആണ്. പക്ഷെ സിറ്റി അതിനെ തൂക്കും. എന്തായാലും അതൊരു അടിപൊളി സൈനിങ് തന്നെയായിരിക്കും. ഡിഫൻസിൽ ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ട്. പക്ഷെ ഓവറോൾ പെർഫോമൻസ് വെച്ച് ഞാൻ ഹാപ്പിയാണ്. സോ നമുക്ക് ആ ചോദ്യം വീണ്ടും ചോദിക്കാം. ഈസ് ഇറ്റ് ഫൈനലി കമ്മിങ് ഹോം? ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. ഗുഡ് ബൈ.